ഹലോ ഗൈസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്നലെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാൻ ഇന്നലെ ലുലു മാളിൽ നിത്താറിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. 200-250 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളതല്ലോ. അപ്പൊ പിന്നെ ക്യാബ് ബുക്ക് ചെയ്യേണ്ടി വരില്ല, ഓട്ടോയിൽ കയറി പോകാന്ന് ചോദിച്ചു. കുറച്ച് ലഗേജും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടനോട് ഓട്ടോ ചാർജ് ചോദിച്ചപ്പോൾ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് 80 രൂപയാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം കേട്ടോ, വളരെ നിസ്സാരമായിട്ട് ആരും കാണരുത്. എറണാകുളം വന്നു പോകുന്നവരും എറണാകുളം താമസിക്കുന്നവരും ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ശ്രദ്ധിക്കണം. 80 രൂപയാണ് അവർ പറഞ്ഞത്, 200-250 മീറ്റർ മാത്രം ഗ്യാപ്പുള്ള സ്ഥലത്തോട്ട്. എന്തിനാണ് ഇത് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് സിഗ്നലിൽ വന്ന് യൂട്ടേൺ എടുത്തിട്ട് അവർക്ക് ലുലുമാളിനകത്ത് വന്ന് പാർക്ക് ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കാരാണ് ലുലുമാളിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നേക്കുന്നത്, അവിടുത്തെ കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നേക്കുന്നത്? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ പിക്ക് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്തിനാണ് ഈ കസ്റ്റമേഴ്സിനെ കൊള്ളലാഭം ഈടാക്കുന്നത്? നിങ്ങൾ ആ കോഴിക്കോട് ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളൊന്നും യാത്ര ചെയ്ത് നോക്കുക, അരഗന്റ് ആയിട്ടുള്ള ചേട്ടന്മാരെ. അങ്ങനെയാണ് എനിക്ക് ഓട്ടോക്കാരെ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും അഹങ്കാരികളാണ് എറണാകുളത്തെ ഓട്ടോക്കാർ. നിങ്ങളിന്ന് കോഴിക്കോട് ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളിലൊന്നും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നതും വളരെ മിതമായിട്ടുള്ള തുകയാണ് ഈടാക്കുന്നതെന്നൊക്കെ കേട്ടോ. അപ്പൊ ഇതൊന്നും എന്റെ സുഹൃത്തുക്കളിലോട്ട് എനിക്ക് എത്തിക്കണം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ യൂബർ, ഓല പോലുള്ള ക്യാബുകൾ ആശ്രയിക്കേണ്ടി വരുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.